ഹലോ ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മളൊരു പഴങ്കഞ്ഞി കുടിക്കാൻ പോവാണ്. നമ്മുടെ കൂടെ നമ്മുടെ അനത്ത് പോയി നേരെ നോക്കി വണ്ടി ഓടിക്കട്ടെ. അപ്പൊ നമ്മൾ പഴങ്കഞ്ഞി കട എത്തിയിട്ട് ബാക്കി കാണാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ കടയിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൈയൊക്കെ കഴുകിതാ കഴിക്കാനായിട്ട് 2 പഴങ്കഞ്ഞി ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നു. അങ്ങനെ ചേച്ചി നമ്മുടെ 2 പഴങ്കഞ്ഞിയും കൊണ്ടുവന്നു. കണ്ടപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കാരണം നല്ല പലതരം കളറിലും ഒരു മുളകും ഒക്കെ വെച്ചിട്ട് ഇതേ കൂടെ കഴിക്കാൻ പപ്പടവും ചമ്മന്തിയും കടുമാങ്ങ ഉണക്കമീൻ പിന്നെ ഒരു മീൻകറി. അങ്ങനെ നമ്മളിതാ ആ മുളകിൻ്റെ ഞെട്ട് അങ്ങോട്ട് അറ്റ് കളഞ്ഞിട്ട് ആ മുളക് മെല്ലെ ഇങ്ങനെ പിരിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ പഴങ്കഞ്ഞിയിലിട്ടിട്ട് നല്ല കുഴച്ച് നല്ല സെറ്റാക്കി എടുക്കണം. അതിനകത്ത് എന്തൊക്കെ കറികളാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ചീനിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ നല്ല രീതിയിൽ കുഴച്ചെടുത്ത് അതൊരു പരുവാക്കിയിട്ട് ഇങ്ങനെ വായിലോട്ട് വെക്കണം. ആഹാ, സ്വർഗം മാമാ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് പറയുമ്പോൾ തന്നെ നാക്കിലൂടെ വെള്ളം ഊറുകയായിരുന്നു. അങ്ങനെ നമ്മളിതേ ആ മീൻകറി എടുത്ത് ഇങ്ങനെ വീശി അങ്ങോട്ട് കറക്കി ഒഴിച്ചിട്ട് ഒരു കടുമാങ്ങയുടെ എടുത്ത് അതിനകത്തോട് ഇട്ട് വീണ്ടും ഇങ്ങനെ നല്ല രീതിയിൽ ഞെരടി ഒരു പിടി അങ്ങ് പിടിച്ചു. എന്നിട്ട് നമ്മുടെ സൈഡ് ഡിഷായതേ അടുത്ത ഐറ്റം എടുത്തു, ഉണക്കമീൻ. ഈ ചില നാട്ടിൽ കരിവാടെന്നും പറയുന്നേക്കാം. പഴങ്കഞ്ഞിയുടെ റിവ്യൂ പറയും. അടിപൊളി. അപ്പം അതേ തീരാറായപ്പോൾ നമ്മൾ അങ്ങോട്ട് 2 കറക്ക് ഇറക്കി എടുത്ത് വയലോട്ട് അങ്ങ് ഒഴിച്ചു. അങ്ങനെ ആ സാധനം സെറ്റ് തീർന്ന് നല്ല കിട്ടിലോ ഐറ്റം പാത്രം നമ്മൾ വടിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം കണ്ണലൂരിൽ നിന്നും മൊട്ടക്കാവിലേക്ക് പോകുന്ന വഴി ഉപ്പും മുളകും പഴങ്കഞ്ഞി കട. നമ്മുടെ സഞ്ജു സാംസണൊക്കെ വന്ന് ട്രൈ ചെയ്ത് നോക്കിയ കടയാണ്. പിന്നെ വീഡിയോ കണ്ടിട്ട് കടയിൽ ആരും ഇല്ലായിരുന്നു തോന്നൽ വേണ്ട. ഞങ്ങൾ എത്തിയത് ഒരു 11:30 ആയപ്പോഴായിരുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.